ഹേ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസം ലീവല്ലേ മദ്രസ, അപ്പോൾ വിരുന്ന് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നീറ്റാനുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴ പെയ്തിട്ട് താഴെ മൊത്തം ടൈൽസ് ഫുൾ ചോർന്നിട്ട് വെള്ളമായിരിക്കും. ആദ്യം അതൊന്ന് തുടച്ചെടുക്കണം. അടിച്ച് വരുന്നതിന് മുമ്പേ അതൊന്ന് തുടച്ചെടുക്കണം. അതായിരുന്നു ആദ്യത്തെ പണി. കുട്ടികൾ നീക്കുന്നതിന് മുമ്പ് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ വഴിക്ക് വീഴും. ഓരോരുത്തർ 1, 2, 3 മട്ടി ഞാൻ പെറുക്കേണ്ടി വരും. സോ ആ പണി ആദ്യം ചെയ്ത് തീർത്തു. അപ്പോഴത്തേക്ക് എന്താ വാതിൽ തട്ടാൻ തുടങ്ങിയിരുന്നു. നോക്കുമ്പോൾ ലസിൻ നീച്ചിട്ടുണ്ട്. താത്താരി ഇതാ നീച്ച് കളി തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് നേരം എന്താ അവരുടെ കളിക്കാനൊക്കെ ഇരുന്നു. അത് അവർ തല്ലുകൊണ്ടത് നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് ലസിൻ കേട്ടോ. പിന്നെ രാവിലെ അതേ പുട്ടും കടലയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ കുട്ടികൾക്കും കൊടുത്തു. ഞാനൊരു പാത്രത്തിലെടുത്തു. ഞാനും ലസിനും കൂടിയും കഴിച്ചു. പിന്നെ തന്നെ ഞങ്ങൾ നല്ലൊരു കുളി പാസ്സാക്കി ഗായ്സ്. അങ്ങനെ 3 ആളിനെയും കുളിപ്പിച്ച് കയറ്റി. അത് കഴിഞ്ഞിട്ടത് സ്വന്തമായിട്ട് ലൈലപ്പാടി ഉറങ്ങുന്ന കുട്ടീനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരമൊക്കെ അതേ മഴ ശമിച്ച് നിന്നായിരുന്നു. പിന്നെ അതേ പിന്നെയും പെയ്യാൻ തുടങ്ങിട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിപ്പം മറിച്ച് ചൂലി ചീന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പുറത്ത് മഴ പെയ്ത് അകത്തും മഴ പെയ്യുന്ന ഇതേ വീട്ടിൽ ഫുൾ പാത്രങ്ങൾ വെച്ചിരിക്കുക കേട്ടോ. ഈ ഒരു നമ്മൾ ഓട് ചെതല് പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഷീറ്റ് ഇട്ടത്. അത് ഭയങ്കര അബദ്ധമായിപ്പോയി. ഷീറ്റ് ഇട്ടതും നേരായിട്ടില്ല. മഴ പെയ്താൽ ഫുൾ വെള്ളവും അകത്താണ്. നമുക്ക് ടൈലായതുകൊണ്ട് കുട്ടികൾ പോട്ടെ, വലിയ ആൾക്കാരെ തന്നെ നടക്കുമ്പോൾ തന്നെ വഴിക്ക് വീഴും. സോ അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. നമുക്ക് പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇടാനും ഒരാളിനെ കിട്ടിയിട്ടില്ല. ഇതേ കണ്ടോ, നല്ലോണം മഴ പെയ്യുന്നുണ്ട് അകത്ത്. എന്തോ ഭാഗ്യത്തിന് റൂമുകളിലൊന്നും ചോരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ റൂമിൽ ഇരുത്തണം. അവർക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ത്വരയാണ്. നമ്മൾ പുറത്തിറക്കാണ്ട് അകത്ത് റൂമിലിട്ട് പൂട്ടുക ചെയ്യുക. ഇത് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കേട്ടോ വെള്ളം ഇറങ്ങണത് അകത്തേക്ക്. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇതൊക്കെ അടുത്തുള്ളൊരു കാക്ക ഷീറ്റ് തന്നിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളത്. വലൈക്കും അസ്സലാം. അകത്ത് കയറ്, വേഗം കയറ്. മഴയത്ത് കറങ്ങണ്ടേട്ടാ. ഇനി നമുക്ക് കടയിലേക്കൊന്ന് പോവാം. ഇന്ന് നമുക്ക് മന്തി വെക്കാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കടയിൽ പോയത്. അപ്പോൾ അതൊക്കെ വാങ്ങി ഇതേ ഈ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടേ സാധനം അകത്തേക്ക് കടത്തി വിടാറുള്ളൂ. ജസ്റ്റിന് ഐസ്ക്രീം ഇഷ്ടമല്ല ഗൈസ്. സൂപ്പർ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മന്തിയൊക്കെ വെച്ച് അതൊക്കെ കഴിച്ചു. അപ്പോഴാണ് മാമിയും കുഞ്ഞനൊക്കെ കൂടി വന്നത്. അപ്പോൾ നമ്മൾ ഷീറ്റിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് അടുത്ത ഗാർഡനിലാണ്. അവിടെ എന്ത് ഭംഗിയാണെന്നറിയോ. അടിപൊളിയായിട്ടാണ് അവർ ആ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് പൂക്കളാണ് ഗൈസ്. അടിപൊളിയാണ്. ഇനി ഒരു വീടൊക്കെ ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ കുഞ്ഞനെ അവിടെ നിന്ന് പട്ടി ഷോ കാണിക്കണൊക്കെ ഉണ്ട്. ചെക്കൻ അവിടെ നിൽക്കാൻ പേടിയാണ്. അവിടെ കാലെടുത്ത് വെക്കാൻ പേടിയായിട്ടാണ് ഇവിടെ കിടന്ന് വലിയുന്നത് കേട്ടോ. പിന്നെ അത് ഷാറുഖൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവനെ വിളിച്ച് വരുത്തിയതാണ് സഹായത്തിന്. നോക്കുമ്പോൾ അവൻ വരുമ്പോഴത്തേനും പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കണം. എന്തെങ്കിലും പണി ചെയ്തു എന്ന് കാണിക്കാൻ കയ്യിൽ കരിവാരി തേച്ച് നടക്കുകയാണ്. അപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ അവനെ കാണാനില്ല. കരിങ്കാളിയല്ലേ ആളുണ്ട്. പോടാ. നിങ്ങള് തല്ലീന്നോ? എന്നിട്ട് മറ്റേ കാറ് വാങ്ങാനാ? പിന്നെ വൈകിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. എങ്ങോട്ടാന്നല്ലേ, വിരുന്നൊക്കെ കഴിഞ്ഞിക്കണു. മദ്രസ നാളെ തുറക്കും. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത് അതിൻ്റെ സങ്കടത്തിലാണ് 3 ആളും. പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ അമ്മ ചക്കൊക്കെ പൊളിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. അവിടുത്തെ അതേ സെയിം അവസ്ഥയാണ്. പക്ഷെ ഇവിടെ വല്ലാണ്ട് ചൊരുന്നില്ല. കാരണം ഓടാണ്. നമ്മളിപ്പോൾ അടുത്താണ് മാറ്റിയത്. പക്ഷേ നിന്ന നേരാക്കുന്ന ആൾക്കാർ നിന്ന സ്ഥലങ്ങൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ ചൊരുന്നുള്ളൂ. അതുകൂടാണ്ട് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തുനിന്ന് വെള്ളം ഇങ്ങനെ പൊങ്ങി വരും. ഇതുണ്ടോ, ഈ നിലത്ത് ഇങ്ങനെ വെള്ളമായിരിക്കും. മഴ പെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. മഴ പെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ വെള്ളം താഴത്തേക്ക് ഇറങ്ങിയിട്ട് അത് മുകളിലേക്ക് വരാൻ തോന്നുന്നുണ്ട്. ഈ നിലം നമ്മൾ ചവിട്ടുന്ന നിലം ഫുൾ വെള്ളമായിരിക്കും.
കുട്ടികളൊക്കെ ഒരുപാട് വെള്ളമുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരുന്ന ടൈമിലൊക്കെ വഴിക്ക് വീഴുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. സോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അതെ കഴിയാൻ പോവാണ്. നമ്മളിതേ കടന്നുറങ്ങാൻ പോവാണ് ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.